കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വാർത്തയെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്ന്. ആ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ സൈക്കോ അനാലിസിസ് പരിശോധന നടത്താനുള്ള നടപടികളാണ് ഇന്ന് CBI തുടങ്ങുക. പ്രതിഷേധം ശക്തമായതോടെ ആർജിക്കർ ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജ് ആക്രമണത്തിൽ ഇതുവരെ 30 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറയുന്നു. കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഈ വിഷയത്തിൽ ഈ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ സൈക്കോ അനാലിസിസ് അതിന് ചില നിയമപരമായ നടപടികൾ ഉണ്ട്. അതെപ്പോഴായിരിക്കും തുടങ്ങുക? എപ്പോഴും ഈ സൈക്കോ അനാലിസിസ് നടക്കും? ഈ പറയുന്ന മെഡിക്കൽ കോളേജ് ആക്രമണത്തിൽ 30 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പേരും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പോര് കൂടെ അവിടെ നടക്കുന്നുണ്ടല്ലോ, TMCയും BJPയും തമ്മിൽ. ക്രിസ്റ്റീന സ്മിത, ഈ പ്രതിയെ ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് സൈക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയനാക്കാനുള്ള തയ്യാറെടുപ്പുകൾ CBI ഇന്ന് ആരംഭിക്കും. അതിനായി ഈ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കൊൽക്കത്തയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നാണ് ഈ സംഘം എത്തുന്നത്. ഇതിനായി നിയമപരമായ മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ CBI ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ഈ നടപടികളിലേക്ക് കടക്കും. പ്രധാനമായും ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് വിധേയനാക്കാൻ കാരണം എന്നുള്ളത് ഇതിൽ കൂട്ടുപ്രതികൾ ആരൊക്കെ എന്നുള്ള വിവരം വ്യക്തമായി തന്നെ നൽകാൻ കഴിയുന്നത് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഏക പ്രതിയായ ഇപ്പോൾ CBIയുടെ കസ്റ്റഡിയിലുള്ള സഞ്ജയ് റോയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയനാക്കിക്കൊണ്ട് ശാസ്ത്രീയമായി തന്നെ തെളിവുകൾ ശേഖരിക്കാനാണ് CBIയുടെ ലക്ഷ്യം. ഒപ്പം തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ഈ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും ആളുടെയോ ഏതെങ്കിലും സംഘടനകളുടെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരുടെയെങ്കിലും നിർദ്ദേശമനുസരിച്ചായിരുന്നോ ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യവും ഇത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ബോധ്യപ്പെടും എന്ന ഒരു വിശ്വാസത്തിലാണ് CBI സംഘമുള്ളത്. അതിനായുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം പ്രതിഷേധം ശക്തമാകുകയാണ്. ഈ ആശുപത്രി പരിസരത്ത് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷവും വലിയൊരു ആൾക്കൂട്ടം, പതിനായിരങ്ങൾ ആശുപത്രിയെ വളഞ്ഞ നിലയിലായിരുന്നു. കൊൽക്കത്തയുടെ മുഴുവൻ തെരുവുകളും നിറഞ്ഞു കവിഞ്ഞ നിലയിലായിരുന്നു ഇന്നലെ അർദ്ധരാത്രി. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇന്നലെ രാത്രി തന്നെ ഒരു നിരോധനാജ്ഞ ഈ പ്രദേശത്തേക്ക് ആശുപത്രിക്ക് പരിസരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആശുപത്രിക്ക് 200 മീറ്റർ ചുറ്റളവിൽ യാതൊരു തരത്തിലുള്ള ആൾക്കൂട്ടമോ പ്രതിഷേധങ്ങളോ പാടില്ല എന്നാണ് പോലീസ് ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ചട്ടം 163 അനുസരിച്ചാണ് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ദിവസത്തേക്കാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഓഗസ്റ്റ് 14-നുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 30 പേരെ ഇതിനകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ 76 പേരുടെ ചിത്രങ്ങളും കൂടുതലായി പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ചിത്രീകരിക്കപ്പെട്ട മൊബൈൽ ദൃശ്യങ്ങളിൽ നിന്നും മറ്റുമുള്ള മുഖങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഈ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച് ഇവരെക്കുറിച്ച് വിവരം നൽകാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അറസ്റ്റിലായിരിക്കുന്ന ആളുകളിൽ 14 പേർ അവർ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ ഈ അറസ്റ്റിലായിരിക്കുന്ന ആളുകൾ. ഇത് വലിയ രാഷ്ട്രീയ പോരിന് വഴിവെച്ചിരിക്കുന്നു. അക്രമമുണ്ടായതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇത് പ്രതിപക്ഷം ആസൂത്രണം ചെയ്ത, സർക്കാരിന്റെ മുഖച്ഛായ നഷ്ടപ്പെടുത്താൻ ആസൂത്രണം ചെയ്ത ഒരു അക്രമ സംഭവങ്ങളാണ്. ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ അണികൾ ചേരുകയും അവർ അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു എന്നായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് പോലീസിന്റെ അറസ്റ്റ് ചെയ്ത ആളുകളെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ പോരിന് തന്നെ വഴിവെച്ചിരിക്കുന്നു. ബൽറാം, ഇതില് മറ്റൊരു കാര്യം കൂടെ ഏറ്റവും പ്രധാനമായത്, ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോര്, ആ ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഭരണപക്ഷത്തിന് എവിടെയെങ്കിലും പിഴയ്ക്കുമ്പോൾ അത് പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുമ്പോൾ അപ്പോൾ ആ രാഷ്ട്രീയ വൈര്യം അത് നല്ലതായിട്ട് വരാറുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷേ ഒരു പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ ഇത്തരം സംഭവങ്ങളിലും തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ കലഹങ്ങളൊന്നും തന്നെ കൃത്യമായ കേസന്വേഷണത്തെ ബാധിക്കാതിരിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഇതാരാണ് പ്രതികൾ, അതിൽ യാതൊരു മുഖവും നോക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി തന്നെ ഈ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ കനത്തു വരികയാണ്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതികൾ ആരാണ്, യഥാർത്ഥ പ്രതികൾ ആരാണ്, അതിലേക്ക് അന്വേഷണം എത്തും എന്ന് പ്രതീക്ഷിക്കാമല്ലോ നമുക്ക്.
സ്മിത, തീർച്ചയായും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം, പ്രത്യേകിച്ച് ഈ ആശുപത്രിയിൽ ആ ജൂനിയർ ഡോക്ടർ അനുഭവിച്ച ക്രൂരത എന്നുള്ളത് സമാനതകളില്ലാത്ത ഒരു ക്രൂരതയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യം മുഴുവൻ തെരുവിലിറങ്ങുന്ന സാഹചര്യവും ഇതിനെ തുടർന്നാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ പല ദുരൂഹതകൾ, ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിന് കാരണം ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു മാഫിയ സംഘം പ്രവർത്തിച്ചിരുന്നു. പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള, അവർക്ക് ബന്ധമുള്ള, അവരുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ അറസ്റ്റിലായ ഈ പ്രതിക്കും രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാൾക്ക് ആശുപത്രിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം, ഏത് സമയത്തും ഏത് ഓഫീസിലേക്കും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് എന്നും സ്ഥിരമായി ഇവിടെ തന്നെ പോസ്റ്റിംഗ് ലഭിച്ചത് എന്നും ഒപ്പം തന്നെ ഈ മാഫിയ സംഘത്തിനും രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, അത്തരത്തിലുള്ള മൊഴികൾ പോലീസിനും CBIക്കും ലഭിച്ച ഒരു പശ്ചാത്തലമുണ്ട്. നാട്ടുകാരും ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹപ്രവർത്തകരും അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ഈ മാഫിയകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന് രാഷ്ട്രീയ മാനം കൈവന്നിരിക്കുന്നത്. ഭരണപക്ഷത്തു നിന്നും പ്രതിയെ സംരക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ കാരണമായത്. തെളിവ് നശിപ്പിക്കാൻ ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ആ മുറിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ ആരംഭിച്ചു. കൂടാതെ ഈ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രിൻസിപ്പൽ രാജിവെച്ചു സർക്കാർ സർവീസിൽ എങ്കിൽ പോലും ആ രാജി അംഗീകരിക്കാതെ മറ്റൊരു സ്ഥാപനത്തിൽ ഉടൻ തന്നെ 4 മണിക്കൂറിനകം തന്നെ പുനർനിയമനം നൽകിക്കൊണ്ട് ഉത്തരവിറക്കുന്ന സംഭവം ഉണ്ടായി. കൂടാതെ ഈ അക്രമം നടന്ന ഘട്ടത്തിലും അത് തെളിവ് നശിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം ആയിരുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ ഭരണകക്ഷിയുടെ ഒരു പങ്ക് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള, അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഉൾപ്പെടെ വന്ന പശ്ചാത്തലത്തിലാണ് ഇതിനെ വലിയ തോതിൽ രാഷ്ട്രീയമാനം കൈവന്നിരിക്കുന്നത്. സ്മിത, ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ വാർത്തയെക്കുറിച്ച് കുറേ പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചിരുന്നു. ഇപ്പോൾ വ്യക്തമായിട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആ സംശയത്തിന് മറുപടി ആയിട്ടുണ്ട്. ഏതായാലും കൃത്യമായ അന്വേഷണം നടക്കട്ടെ. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയെങ്കിലും ഒരാൾ പോലും, നമ്മളെല്ലാ പ്രാവശ്യവും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, ഇതുപോലെയുള്ള വളരെ ക്രൂരമായ കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും നടക്കാതിരിക്കട്ടെ. നമ്മളെല്ലാ കാലവും നമ്മുടെ സുരക്ഷ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ, പാതിരാത്രിയിലും ഇറങ്ങി നടക്കാൻ കഴിയണം. ആ ഒരു ദിവസത്തിനെയാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത്. പലയിടങ്ങളിലും അത് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ക്രൂരമായ അനിഷ്ട സംഭവങ്ങൾ പെൺകുട്ടിയും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. കാരണം ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, അവളുടെ അവസാന ഡയറി കുറിപ്പിൽ എഴുതിയിരുന്നത് എനിക്കൊരു ഗോൾഡ് മെഡലിസ്റ്റ് ആകണം, MDയിൽ എനിക്ക് ടോപ്പർ ആകണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ സ്വപ്നമാണ് പൊലിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.